രചന ഗംഗോത്രി. ഭാഗം 73. അവിടെ മലമുകളിലുള്ള ഒരു ഒഴിഞ്ഞ കോണിലേക്കാണ് അവൾ പോയത്. ഒന്നുറക്കെ കരയണം, പക്ഷെ കണ്ണുനീർ വരുന്നില്ല. അങ്ങനെയെങ്കിൽ ഒരല്പം ആശ്വാസം കിട്ടുമായിരുന്നു. അവൾക്ക് അവളുടെ വികാരം എങ്ങനെ പ്രകടിപ്പിക്കണമെന്ന് മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. ഒടുവിൽ ഒരുപാട് ഉച്ചത്തിൽ അവൾ അലറി. അതും അവളുടെ ശക്തി മുഴുവൻ സമാഹരിച്ച് അവൾ അലറുകയായിരുന്നു. അപ്പോൾ അതാരെങ്കിലും കേൾക്കുമോ എന്ന് പോലും അവൾ ചിന്തിച്ചില്ല. അവളുടെ ശബ്ദം എക്കോ പോലെ അവിടെയെല്ലാം പ്രതിധ്വനിച്ചു. അതിനുശേഷം അവൾക്ക് അല്പം ആശ്വാസം തോന്നി. ഒരു വലിയ ഭാരം മനസ്സിൽ നിന്നിറക്കി കഴിഞ്ഞതുപോലെ. അങ്ങനെ ആ അധ്യായം അവസാനിച്ചു. അവൾ മനസ്സിനെ പറഞ്ഞു വിശ്വസിപ്പിച്ചു. ജാവേദ് കട്ടിലിൽ കിടക്കുകയാണ്. കർത്തമ്മ അപ്പോഴും എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതിനേക്കാൾ ഉച്ചത്തിൽ ഗായത്രിയും വൈകിയും പ്രതികരിക്കുന്നു. ജിബ്രാൻ അപ്പോഴാണ് ഓരോ കാര്യങ്ങളും അറിയുന്നത് തന്നെ. അവൻ വൈകിയെയും ഗായത്രിയെയും ഒന്ന് നോക്കി. തൻ്റെ കൂടെ ജീവിക്കാൻ തുടങ്ങിയിട്ട് കുറച്ചുനാളായി. ഇവരുടെ ശരിക്കുള്ള സ്വഭാവം ഇപ്പോഴാണ് അറിയുന്നത്. അമ്മ തന്നെക്കുറിച്ച് എല്ലാം മനസ്സിലാക്കിയിരിക്കുന്നു. ആരോ മുറിയിലേക്ക് നടന്നു വരുന്നത് പോലെ അവർക്ക് തോന്നി. അപ്പോഴേക്കും ക്യാമറയുടെ കണക്ഷൻ വിച്ഛേദിച്ചിരുന്നു. നടന്നു വന്നത് കാർത്തിയാണ്. ഞാൻ SP കാർത്തിക് മഹാദേവൻ. നിങ്ങളുടെ കേസിൻ്റെ ചുമതല എനിക്കാണ്. നിങ്ങൾ മനസ്സിൽ ചിന്തിക്കുന്നത് എന്താണെന്ന് എനിക്കറിയാം. നിങ്ങളെ രക്ഷിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. കാർത്തി അങ്ങനെ പറഞ്ഞപ്പോൾ അവർ പ്രതീക്ഷയോടെ അവനെ നോക്കി. സർ, എങ്ങനെയെങ്കിലും ഞങ്ങളെ രക്ഷിക്കണം. ഞങ്ങൾ എന്തു വേണമെങ്കിലും ചെയ്യാം. എന്തും. അതല്പം ഊന്നിയാണ് ഗായത്രി പറഞ്ഞത്. എന്താ നീ ഉദ്ദേശിച്ചത്? നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവൾ ഒരു വഷളച്ചിരിയോടെ അവനെ നോക്കി. എന്നിട്ട് നാവ് പുറത്തേക്കിട്ട് വട്ടത്തിൽ ചുഴറ്റി. അത് കണ്ടപ്പോൾ കാർത്തിയുടെ സകല നിയന്ത്രണങ്ങളും പോയി. അവൻ ദേഷ്യത്തിൽ മുഷ്ടി ചുരുട്ടി. മോള് പറഞ്ഞത് സത്യമാ സാറേ. ഞങ്ങളെ വെറുതെ വിട്ടാൽ സാറിനും അതുകൊണ്ട് പ്രയോജനം ഉണ്ടാകും. ക്യാഷായിട്ടും മറ്റു പലതുമായിട്ടും. സാറൊന്ന് കണ്ണടച്ചാൽ ഞാനും മോളും ഇപ്പോൾ തന്നെ പൊയ്ക്കോളാം. നമുക്ക് പുറത്ത് വെച്ച് കാണാം, വൈക പറഞ്ഞു. എൻ്റെ വീട്ടിൽ ഒരു മാണിക്യം ഇരിപ്പുണ്ട്. അതവിടെ വെച്ചിട്ട് കണ്ട കരിക്കട്ടയുടെ പുറകെ വരാൻ പറയാൻ മാത്രമുള്ള ധൈര്യം നിനക്കുണ്ടോ ഗായത്രി? ഞാൻ ശങ്കർ മഹാദേവനാണ്, ഗംഗോത്രിയുടെ ഭർത്താവ്. കാർത്തമ്മ ജിബ്രാനെ ഒന്ന് നോക്കി. അമ്മയുടെ നോട്ടത്തിൻ്റെ അർത്ഥം അപ്പോൾ തന്നെ അവന് മനസ്സിലായി. അവൻ ദയനീയമായി അമ്മയൊന്ന് നോക്കുക മാത്രം ചെയ്തു. പെട്ടെന്ന് അവൻ തൻ്റെ പോക്കറ്റിലുണ്ടായിരുന്ന ഗൺ വലിച്ചൂരി. ഒന്ന് ചിന്തിച്ചു നിൽക്കാൻ പോലും സമയം കളയാതെ അവൻ ഗായത്രിയുടെ നേരെ ഷൂട്ട് ചെയ്തു. ഗായത്രി താഴേക്ക് വീണതും അവൻ നേരെ വൈകയുടെ നേരെ തിരിഞ്ഞു. ഒന്ന് അലറാൻ പോലും കഴിയാതെ വൈക നിശ്ചലയായി നിൽക്കുകയായിരുന്നു. പെട്ടെന്ന് വൈകയുടെ നെറ്റിയിലൂടെ വെടിയുണ്ട തുളഞ്ഞു കയറി. അവനൊരു ഭ്രാന്തനെ പോലെ ആയതുകൊണ്ട് കാർത്തി പെട്ടെന്നൊന്നും ചെയ്യാൻ കഴിയാതെ നിന്നു. പിന്നെ ഞൊടിയിടയിൽ വട്ടം കറങ്ങി അവൻ്റെ കയ്യിലെ തോക്ക് തട്ടിത്തെറിപ്പിച്ചു. അപ്പോഴേക്കും മറ്റൊരു പോലീസുകാരൻ പെട്ടെന്ന് വന്ന് തോക്കെടുത്തു. ഒരു ടവൽ പിടിച്ചിട്ടാണ് അദ്ദേഹം തോക്കെടുത്തത്. ഇനി എന്താണ് സംഭവിക്കുന്നത് എന്നറിയാതെ കർത്തമ്മയും ജാവേദും പരസ്പരം നോക്കി. മുകളിൽ നിന്നുള്ള ഉത്തരവ് നിങ്ങളെ 3 പേരെയും വെടിവെച്ച് കൊല്ലാനാണ്. നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവരും കേട്ടു. ഇവിടെ CC ക്യാമറ ഉണ്ടായിരുന്ന കാര്യം നിങ്ങൾ മറന്നുപോയി. പ്രതിപക്ഷത്തിനും ഭരണപക്ഷത്തിനും ഒരുപോലെ നിങ്ങൾ സഹായം ചെയ്തിട്ടുണ്ട്. അതെല്ലാവരും മനസ്സിലാക്കി. അതുകൊണ്ട് തന്നെ നിങ്ങൾ ജീവിച്ചിരിക്കുന്നത് അവർക്ക് ആപത്താണ്. അതുകൊണ്ട് ഞാൻ നിസ്സഹായനാണ്. ജാവേദിൻ്റെ മുഖം മങ്ങി. കാരണം അവൻ ഓരോരുത്തർക്കും വേണ്ടി ചെയ്തു കൊടുത്ത സഹായങ്ങൾ ചില്ലറയല്ല. കാർത്തി, ഞാനും എൻ്റെ കുടുംബവും എങ്ങനെ പോയാലും മരിക്കും എന്നെനിക്കറിയാം. അവരോ നിങ്ങളോ ഞങ്ങളെ കൊല്ലും. അതിനു മുമ്പ് എനിക്കൊരു പ്രസ് മീറ്റ് വിളിക്കണം. ചില കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. അതെൻ്റെ മരണമൊഴിയാണ്. അങ്ങനെ വിചാരിച്ചാൽ മതി, ജാവേദ് പറഞ്ഞു. നീ രക്ഷപ്പെടാനുള്ള വഴികൾ ആലോചിക്കുകയാണല്ലേ? നിന്നെ സഹായിക്കാൻ എനിക്ക് താല്പര്യമില്ല. അതിനുവേണ്ടി ഞാൻ ശ്രമിച്ചാൽ തന്നെ കഴിയില്ല. കാരണം മുകളിൽ നിന്നുള്ള ഉത്തരവ് ഞാൻ പറഞ്ഞല്ലോ. അതിനുള്ള അവസരം ഞാനായിട്ടുണ്ടാക്കി തന്നാൽ ഇനിയെങ്കിലും സമാധാനമായിട്ട് ജീവിക്കണമെന്നുണ്ട്, കാർത്തി പറഞ്ഞു. നിന്റെ ഭാര്യ ഗംഗോത്രിയെ ഉപദ്രവിച്ചത് റാവുത്തർ പറഞ്ഞിട്ടാണ്. നിന്റെ അമ്മായിയമ്മയെ കൊന്നതും റാവുത്തറാണ്. ജാവേദ് അത് പറഞ്ഞപ്പോൾ കാർത്തി ഞെട്ടലോടെ നിൽക്കുകയായിരുന്നു. തുടരും.